മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. മാർക്കറ്റിംഗ് മിക്സ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 4 പീസിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞു. അതേപോലെ മാർക്കറ്റിംഗ് മിക്സ് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു. ഇനി അടുത്ത് നോക്കാനുള്ളത് അതിൽ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഈ ഫാക്ടേഴ്സിന് 2 ക്ലാസിഫിക്കേഷനായിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്ന് മാർക്കറ്റിംഗ് ഫാക്ടേഴ്സായിട്ടും രണ്ടാമത്തത് മാർക്കറ്റ് ഫാക്ടേഴ്സായിട്ടും. ഇതിൽ മാർക്കറ്റിംഗ് ഫാക്ടേഴ്സ് നോക്കാം. മാർക്കറ്റിംഗ് ഫാക്ടേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? അതിന് മാർക്കറ്റിംഗ് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് കൺട്രോളബിൾ ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത് മാർക്കറ്റിംഗ് ഫാക്ടേഴ്സിന്. അപ്പോൾ ഈ കൺട്രോളബിൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ ഇത് മാർക്കറ്റിംഗ് ഫാക്ടേഴ്സ് കൺട്രോളബിൾ ആണെങ്കിൽ മാർക്കറ്റ് ഫാക്ടേഴ്സ് എന്തായിരിക്കും? അൺകൺട്രോളബിൾ ആയിരിക്കും. അപ്പോൾ കൺട്രോളബിൾ ഫാക്ടേഴ്സും അൺകൺട്രോളബിൾ ഫാക്ടേഴ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് മാർക്കറ്റിംഗ് പ്ലാനിങ്. അപ്പോൾ മാർക്കറ്റിംഗ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള പ്ലാനിങ് ആണ് നടക്കുക. അതായത് പ്രോഡക്റ്റിൻ്റെ സെലക്ഷൻ, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കണം, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയായിരിക്കണം, അതേപോലെ ഏതൊക്കെ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്, ഇതൊക്കെയാണ് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിൽ വരുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് പ്ലാനിങ് ഇൻക്ലൂഡ്സ് സെലക്ഷൻ, ദെൻ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്, അതേപോലെ കൺസ്യൂമേഴ്സിൻ്റെ സെലക്ഷൻ. ഇതാണ് പ്ലാനിങ്ങിൽ വരുന്നത്. ഇനി രണ്ടാമത്തതാണ് ബ്രാൻഡ് പോളിസി. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരു ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ അതെന്താണ്, ആ ബ്രാൻഡിനെ ലോയൽറ്റി അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഒരു എന്താ പറയുക സ്റ്റാറ്റസ്, അതൊക്കെയാണ് നോക്കുന്നത് ബ്രാൻഡ് പോളിസിയിൽ. അപ്പോൾ ഇങ്ങനെ ബ്രാൻഡ് പോളിസി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഹി ഹാസ് ടു ചേഞ്ച് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സിൻ്റെ ചേഞ്ചസ് ആണ് അവിടെ വരുന്നത്. അവിടെ പുതിയ റിസർച്ചുകളും അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റും വരുന്ന സമയത്ത് ആ ബ്രാൻഡിനെ നോക്കിയിട്ടായിരിക്കും അധികം ആൾക്കാരും എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ബ്രാൻഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ക്രിയേറ്റ്സ് ബ്രാൻഡ് ലോയൽറ്റി. ബ്രാൻഡിൻ്റെ ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യും. പ്രൊട്ടക്ട് ദ പ്രോഡക്റ്റ് ഫ്രം ഇമിറ്റേഷൻ. ആ പ്രോഡക്റ്റിനെ അതിലിപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതേ രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് വേറൊരു കമ്പനി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ നോക്കുക, അത് ഏത് ബ്രാൻഡാണെന്ന് നോക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഇമിറ്റേഷൻ നിന്ന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും ബ്രാൻഡ് പോളിസി സഹായിക്കും. ദെൻ തേർഡ് വൺ ആണ് പാക്കേജ് പോളിസി. പാക്കേജ് പോളിസി പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് കോമ്പറ്റീഷൻസ് ഇന്നുണ്ട് അല്ലേ. ഏത് പ്രോഡക്റ്റിനായാലും എന്തെങ്കിലും കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും മാർക്കറ്റേഴ്സ് എന്ത് ചെയ്യണം, പുതിയ ഇന്നവേറ്റീവ് അല്ലെ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ കൊണ്ടുവരേണ്ടി വരും, അല്ലെ പുതിയ പാക്കേജിങ് ടെക്നിക്സ് ഒക്കെ കൊണ്ടുവരേണ്ടി വരും. അതാണ് പറയുന്നത്. അപ്പോൾ നല്ല പാക്കേജ് നമുക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പാക്കേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കൺസ്യൂമേഴ്സ് പ്രോഡക്റ്റിനെ കുറിച്ചിട്ടൊന്ന് നോക്കും അല്ലേ, അതാണ് വരുന്നത്. ഇപ്പോൾ പാക്കേജ് പോളിസി എന്താണെന്നുള്ളത്. ദെൻ അഡ്വർടൈസ്മെൻറ്റ് പോളിസി. അപ്പോൾ നമുക്കറിയാം എന്തായാലും അഡ്വർടൈസ്മെൻറ്റ് ആവശ്യമാണ്. നമുക്ക് ഏത് മീഡിയ വഴി വേണമെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം എന്താണ് സെലിബ്രിറ്റീസിനെയൊക്കെ സെലക്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ ആഡുകൾ കൊടുക്കും. അപ്പോൾ എന്താ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് അഡ്വർടൈസ്മെൻറ്റ് പോളിസി. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്. ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ഇൻ്റർമീഡിയറീസ് ഉണ്ട് അല്ലേ. ഗുഡ്സ് സെല്ലർ ടു ബയ്യറിലെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻ്റർമീഡിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഏത് രീതിയിലൊക്കെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് നോക്കണം. അതേപോലെ ആ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൻ്റെ കോസ്റ്റും നോക്കണം. ഹൈ കോസ്റ്റിന് നമ്മൾ ചാനൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ ഇല്ല. അപ്പോൾ ആ കോസ്റ്റിനനുസരിച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുക. ദെൻ അടുത്തതാണ് പ്രൈസിങ് പോളിസി. പ്രൈസിങ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കും അല്ലേ, എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണോ നമ്മൾ ഫിക്സ് ചെയ്തത് നോക്കും. അപ്പോൾ ആ പ്രൈസിങ് പോളിസി എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് സാറ്റിസ്ഫൈഡ് ആവുകയും വേണം, അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ ലോസ് ഒന്നും വരാനും പാടില്ല. അങ്ങനെയുള്ള രീതിയിലുള്ള പ്രൈസിങ് പോളിസി വേണം നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ 7th പോയിൻ്റാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. നമുക്കറിയാം പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എന്താണെന്നല്ലേ. റോ മെറ്റീരിയൽ കൊണ്ടുവരും, റോ മെറ്റീരിയലിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യും, പ്രോസസ്സ് ചെയ്തിട്ട് അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റും. ഇതാണ് PLC, അതായത് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. അപ്പോൾ ആ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ നമ്മൾ ആ ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ വരുന്ന സമയത്ത് എന്തായിരിക്കണം, മാർക്കറ്റിംഗ് മിക്സ് അല്ലേ, അതിന് വലിയ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആ പ്രോഡക്ട്സ് ലൈഫ് സൈക്കിളിലും നമ്മൾ മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് മാർക്കറ്റിംഗ് ഫാക്ടേഴ്സ്. ഒന്നുകൂടി നോക്കാം. മാർക്കറ്റിംഗ് ഫാക്ടേഴ്സിന് പറയുന്ന വേറൊരു ഫാക്ടറാണ് എന്ത്, കൺട്രോളബിൾ ഫാക്ടേഴ്സ്. ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ. ഇനി അൺകൺട്രോളബിൾ ഫാക്ടേഴ്സാണ് അടുത്തത് പറയുന്നത് മാർക്കറ്റ് ഫാക്ടേഴ്സിൽ. അൺകൺട്രോളബിൾ അത് നമ്മുടെ കയ്യിൽ, നമുക്കത് അങ്ങനെയൊന്നും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതിൽ ഫസ്റ്റ് വൺ ആണ് കൺസ്യൂമർ ബിഹേവിയർ അല്ലേ. കൺസ്യൂമർ ബിഹേവിയർ നമുക്ക് അങ്ങനെ
കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആഫ്റ്റർ എന്താ കൺസ്യൂമേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യണം അല്ലേ? ഏതൊക്കെ രീതിയിലുള്ള കൺസ്യൂമേഴ്സാണ് അവിടെ വരുന്നത്, അവരുടെ നീഡ്സ് എന്താണ്, വാണ്ട്സ് എന്താണ്, അവരുടെ ടേസ്റ്റ് എന്താണ്, അവരുടെ പ്രിഫറൻസ് എന്താണ്, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ അവരെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരോട് ബിഹേവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയറാണ് ഒരു ഫാക്ടർ. ദെൻ അടുത്തത് കോമ്പറ്റീഷൻ. നമുക്കറിയാം ഒരുപാട് കോമ്പറ്റീഷൻ, ഒരുപാട് മാർക്കറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, അപ്പോൾ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി എന്താണെന്ന് ആ മാർക്കറ്റർ മനസ്സിലാക്കിയിട്ട് വേണം അത് ഫിക്സ് ചെയ്യാൻ. അതാണ് കോമ്പറ്റീഷൻ. തേർഡ് വൺ ആണ് ഗവൺമെൻറ് കൺട്രോൾ. ഇതിൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? മാർക്കറ്റ് ഫാക്ടേഴ്സിൽ ഗവൺമെൻറ് കൺട്രോൾ നമുക്കറിയാം. ഗവൺമെൻറ് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ, ഒരുപാട് ലോസ് ഒക്കെ കൊണ്ടുവരും. പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെ, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇന്നതൊക്കെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ് കൊണ്ടുവരുന്ന റൂൾസ് ഉണ്ടാവും. അതും കൂടെ ഒബേ ചെയ്തിട്ട് വേണം നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മൂന്നാണ് നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല അല്ലേ? കൺസ്യൂമർ ബിഹേവിയർ, ഏതൊക്കെ രീതിയിലുള്ള കൺസ്യൂമേഴ്സ് ആയിരിക്കും എവിടെ വരിക, അല്ലെ അവരുടെ ബിഹേവിയർ എന്താണെന്നുള്ളത് നമ്മളത് പഠിച്ചെടുക്കുക തന്നെ വേണം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. ദെൻ കോമ്പറ്റീഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല. ഡിഫറെൻറ്റ് കമ്പനീസ്, വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം. ദെൻ ഗവൺമെൻറ് കൺട്രോൾ, ഗവൺമെൻറ് കൊണ്ടുവരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് നമ്മൾ ഒബേ ചെയ്യണം. ഇത് മൂന്ന് നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ നോക്കുക, മാർക്കറ്റിംഗ് മിക്സിൽ കൺട്രോളബിൾ ഫാക്ടേഴ്സും അൺകൺട്രോളബിൾ ഫാക്ടേഴ്സും. ഓക്കെ, ഇത് മനസ്സിലായിണ്ടോ? ഇപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് കഴിഞ്ഞു, മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഇമ്പോർട്ടൻസ് കഴിഞ്ഞു, മാർക്കറ്റിംഗ് മിക്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, കൺട്രോളബിൾ ഫാക്ടേഴ്സും അൺകൺട്രോളബിൾ ഫാക്ടേഴ്സും കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നത് മാർക്കറ്റിംഗ് എൻവിറോൺമെൻ്റ് ആണ്. എന്താണ് മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ്? അപ്പോൾ മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ് പറഞ്ഞാൽ എന്താണ്? ചുറ്റുപാട് അല്ലേ? ഒരു ഫേം, ഒരു സ്ഥാപനമാണ് അതിൻ്റെ എൻവിറോൺമെൻറ്റ്. അതിൻ്റെ ദ ഫേം ഈസ് എ ക്രിയേച്ചർ ഓഫ് ഇറ്റ്സ് എൻവിറോൺമെൻറ്റ്. ആ എൻവിറോൺമെൻറ്റ് ഒരു ക്രിയേച്ചറാണ് ഫേം എന്ന് പറയുന്നത്. അതിൽ അവരുടെ എന്താ പറയുക, റിസോഴ്സസ് എന്താണ്, പ്രോബ്ലംസ് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ഇതൊക്കെ ഫേമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ് എന്താണെന്നാണ് നോക്കുന്നത്. അതിൻ്റെ നേച്ചർ എന്താണ്, അല്ല അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റും. അപ്പോൾ അതിനു മുമ്പേ മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റിൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ, എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എവറിത്തിങ് ദാറ്റ് എഫക്ട്സ് ദ ഫങ്ഷൻ ഓഫ് ദ എൻ്റർപ്രൈസ്. ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്സ് ആയിട്ടാണ് നമ്മൾ എൻവിറോൺമെൻറ്റിനെ പറയണത്. അപ്പോൾ മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ all factors and forces, all forces and factors that affect marketing policy. മാർക്കറ്റിംഗ് പോളിസീനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫോഴ്സസും അതേപോലെ എല്ലാ ഫാക്ടേഴ്സും, ഇതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റിൻ്റെ നേച്ചറാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവിടെ എഴുതിയിരിക്കുന്ന പോയിൻറ്റ്സ്. നോക്കുക, മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ് ഈസ് ലാർജ്ലി അൺകൺട്രോളബിൾ. അതായത് എഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും അല്ലെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫോഴ്സസിനെയാണ് കോമ്പിനേഷനാണ് മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് ലാർജ്ലി അൺകൺട്രോളബിൾ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഉപരിയായിരിക്കും, അതായത് ഡിഫിക്കൽട്ടായിരിക്കും കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, എൻവിറോൺമെൻ്റ് ആണ് നമുക്കറിയാം. അപ്പോൾ എന്തായിരിക്കും? വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് ചേഞ്ചിങ് ഫാസ്റ്റ്. പെട്ടെന്ന് രീതിയിൽ അതിനെന്തായിരിക്കും? ചേഞ്ചസ് വരും. ദെൻ തേർഡ് പോയിന്റ് എന്താ? ഇറ്റ് ഇൻഫ്ലുവൻസസ് മാർക്കറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ നല്ല ഡിഫിക്കൽട്ടായിട്ട് എഫക്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അൺകൺട്രോളബിളാണ്, അല്ലെ കൂടുതൽ എപ്പോഴെപ്പോഴും ചേഞ്ചസ് വരുന്നതാണ്. ഹോൾ ഫാക്ടേഴ്സ് അല്ലെ ഹോൾ ഫോഴ്സ് ആണ് നമ്മൾ മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് ഡിസിഷൻ പ്രോസസ്സ് എന്തായിരിക്കും? ഡിഫിക്കൽട്ടായിരിക്കും. അതേപോലെ തേർഡ് പോയിന്റ് എന്താ? ഇറ്റ് എഫക്ട്സ് മാർക്കറ്റിംഗ് മാനേജേഴ്സ് എബിലിറ്റി. മാർക്കറ്റിംഗ് മാനേജേഴ്സിൻ്റെ ഡ്യൂട്ടി അല്ല, അവരുടെ എബിലിറ്റി ടു സെർവ് ദ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യാനുള്ള അവരുടെ എബിലിറ്റിക്കും കൂടെ നമ്മുടെ മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ്, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ അത് എല്ലാ രീതിയിലും നമ്മളെ എഫക്റ്റ് ചെയ്യും. ഇതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ എന്താണ് മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അതിൽ വരുന്ന രണ്ട് ടൈപ്സ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ് ആൻഡ് എക്സ്റ്റേർണൽ എൻവിറോൺമെൻറ്റ്. രണ്ട് ടൈപ്സ്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഇല്ലേ, ഫോഴ്സസ് ഇല്ലേ, അത് അല്ലെ അതിൻ്റെ പ്രോസസ്സ് ഇല്ലേ, ഇറ്റ്സ് ഫോൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ ഇറ്റ് സെൽഫ്. അത്
റിലേറ്റ് ചെയ്യുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? വിത്തിൻ ദ ഓർഗനൈസേഷൻസ് ഓർ ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയും, ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ. ദെൻ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും എക്സ്റ്റേണൽ. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ പുറമെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഇൻറ്റേർണൽ നമുക്ക് കൂടുതലായിട്ട് ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ എന്ന് പറഞ്ഞു. പക്ഷേ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ആണ്, കുറച്ചുകൂടെ വൈഡ് ആയിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ രണ്ട് ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്, മൈക്രോ എൻവിറോൺമെൻറ്റ് ആൻഡ് മാക്രോ എൻവിറോൺമെൻറ്റ്. മൈക്രോയിൽ വരുന്നതാണ് നമ്മളെപ്പോഴും കേൾക്കുന്ന കുറേ എന്താണ് സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, പബ്ലിക് ഒക്കെ വരുന്നത്. അതാണ് 5 ക്ലാസിഫിക്കേഷനായി ചോദിച്ചിരിക്കുന്നത്. മൈക്രോ എൻവിറോൺമെൻറ്റിൽ എഫക്റ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? സപ്ലയേഴ്സ്, ഇൻ്റർമീഡിയറീസ്, കോമ്പറ്റീറ്റേഴ്സ്, കസ്റ്റമേഴ്സ് ആൻഡ് പബ്ലിക്. ഇത് മൈക്രോ. നമ്മളെപ്പോഴും കേൾക്കുന്ന ആൾക്കാരല്ലേ, സപ്ലയേഴ്സ് ആരാണ്, ഇൻ്റർമീഡിയറീസ് ആരാണ്, കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെയാണ്, കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, പബ്ലിക് എന്താണ്, അതാണ് മൈക്രോയിൽ വരുന്നത്. മാക്രോ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വൈഡായിട്ടുള്ള, അതായത് നമ്മുടെ ഒരു ഇൻഡിവിജ്വൽസിനെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെയോ മാത്രം എഫക്റ്റ് ചെയ്യുന്നതല്ല. മാക്രോ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയുക, എൻറ്റയർ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ലാർജ് എക്കണോമീനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് മാക്രോയിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡെമോഗ്രാഫിക് എൻവിറോൺമെൻറ്റ്. അതായത് എന്താ പറയുക, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ചിട്ട് അല്ലേ, പോപ്പുലേഷൻ്റെ സൈസ് എന്താണ്, അതിൻ്റെ ഗ്രോത്ത് എന്താണ് എന്നുള്ള എൻ്റെ പോപ്പുലേഷൻ അനുസരിച്ചിട്ട് വരുന്നതാണ് ഡെമോഗ്രാഫിക് എൻവിറോൺമെൻറ്റ്. ദെൻ എക്കണോമി റിലേറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ, എക്കണോമി അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ റിലേറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നത്, എക്കണോമിക് എൻവിറോൺമെൻറ്റ് എന്ന് പറയും. അതായത് എക്കണോമിക് എൻവിറോൺമെൻറ്റ് നമുക്കറിയാം, അതിൽ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇൻഫ്ലേഷൻ വരിക, പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, ബിസിനസ്സിൻ്റെ സൈക്കിൾ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുന്നത്, ഗവൺമെൻറ്റിൻ്റെ പോളിസീസ്, ഇതൊക്കെ നമുക്ക് എക്കണോമിക്കായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഡെമോഗ്രാഫിക്കിൽ നമുക്ക് നോക്കേണ്ടത് എന്താ, നമ്മുടെ പോപ്പുലേഷൻ എന്താണ്, സൈസ് ഓഫ് പോപ്പുലേഷൻ എന്താണുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് എക്കണോമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അതുകൂടാതെ നമുക്ക് വരുന്നതാണ് സോഷ്യോ കൾച്ചറൽ. അതായത് നമുക്ക് ഒരു സൊസൈറ്റി ആണെങ്കിൽ സൊസൈറ്റിയിൽ കുറേ ആചാരങ്ങളുണ്ട്, ബിലീഫ്സ് ഉണ്ടാവും, വാല്യൂസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് വരുന്നതാണ് സോഷ്യോ കൾച്ചറൽ വരുന്നത്. ദെൻ ഫോർത്ത് വണ്ണാണ് ടെക്നോളജി. അറിയാം, ടെക്നോളജി എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജി, പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ പുതിയ മെഷീൻസ് ഒക്കെ വരുന്നപ്പോൾ കൊമേഴ്സിലാണ് നമുക്കറിയാം, ഇ കൊമേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ, ഇലക്ട്രോണിക് കൊമേഴ്സ് വന്നിട്ടുണ്ട്, ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ടെക്നോളജീസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുള്ള എൻവിറോൺമെൻറ്റ്, അതിനാണ് ടെക്നോളജിക്കൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വണ്ണാണ് അവിടെ എഴുതിയിരിക്കുന്നത് പൊളിറ്റിക്കോ ലീഗൽ. അതായത് പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടും അതേപോലെ ലീഗൽ റിലേറ്റഡ് ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ പോളിസീസ്, റൂൾസ്, റെഗുലേഷൻസ്, ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് പുതിയ നയങ്ങൾ, പിന്നെ ഇൻഡസ്ട്രിയിൽ വരുന്ന വ്യത്യാസങ്ങൾ, ടാക്സേഷൻ പോളിസിയൊക്കെ ഇല്ലേ, അതൊക്കെയാണ് പൊളിറ്റിക്കോ ലീഗൽ എൻവിറോൺമെൻറ്റിൽ വരുന്നത്. ദെൻ അടുത്തത് നാച്ചുറൽ അല്ലേ, എക്കോളജിക്കലായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ്. അതിപ്പോൾ മിനറൽസ്, മൈൻസ്, ഫോറസ്റ്റ്, ഇതൊക്കെ റിലേറ്റഡ്. അപ്പോൾ നമുക്ക് പൊല്യൂഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നാച്ചുറൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വണ്ണാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇൻ്റർനാഷണൽ എൻവിറോൺമെൻറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോപ്പുലേഷനോ അല്ലെങ്കിൽ ഇൻഫ്ലേഷനോ സൊസൈറ്റിയിലെ ബിലീഫ്സോ ടെക്നിക്സോ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളോ ഇതൊന്നുമല്ല, ഇൻ്റർനാഷണൽ ആയിട്ട് ലെവലിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഫോറിൻ പോളിസി, ഇൻ്റർനാഷണൽ ട്രേഡ്, അതേപോലെ എന്താ പറയുക ലിബറലൈസേഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ള കുറേ കൺസെപ്റ്റ്സ് ഇല്ലേ, അതൊക്കെ വരുന്ന സമയത്ത് വരുന്നതാണ് ഇൻ്റർനാഷണൽ എൻവിറോൺമെൻറ്റ്. ഇത്രയാണ് നമ്മൾ മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റിൽ പറയുന്ന കാര്യങ്ങൾ. എന്താണ് മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ്, അതിൻ്റെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ടൈപ്സ് എന്താണ്, 2 ടൈപ്സ്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇൻറ്റേർണൽ മീൻസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ, എക്സ്റ്റേണൽ മീൻസ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. എക്സ്റ്റേണൽ കൺസിസ്റ്റ് ഓഫ് മൈക്രോ ആൻഡ് മാക്രോ. ഓക്കെ, ഇതാണ് മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റിൽ വരുന്ന ടോപ്പിക്സ്. ഓക്കെ, താങ്ക് യു.